നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ സച്ചേട്ടനെ എനിക്ക് വേണം, അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നെങ്കിലും എനിക്ക് അറിയണം. ഒന്ന് വിളിച്ചിട്ടോ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടോ മണിക്കൂർ ഇത്രയായില്ലേ. ഇനിയും കാത്തിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വയസ്സാവുമ്പോ ഈ സ്നേഹമൊക്കെ കുറയോ സച്ചേട്ടന്? ഇതൊക്കെ പറഞ്ഞുകൊണ്ടല്ല കേട്ടോ ഞാൻ ചോദിക്കുന്നത്. സച്ചേട്ടൻ എന്നോട് കൂടുതൽ ഇഷ്ടം കാണിക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഭയം തോന്നാറുണ്ട്. ഇത് ജീവിതമാണ്, സാഹചര്യങ്ങളാണ്. കൂടെയുള്ളവർ എപ്പോൾ വിട്ടിട്ട് പോകുന്നറിയില്ല. പക്ഷേ ചില സന്തോഷ നേരങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്നു കയറുന്ന പേടി അതൊക്കെ. പ്രാർത്ഥനകളുടെ ഫലമാണോ, ഭാഗ്യമാണോ, വിധിയാണോ എന്നൊന്നും എനിക്കറിയില്ല. സച്ചേട്ടനോടൊപ്പം ഈ ജീവിതം എന്നെ സംബന്ധിച്ച് സ്വർഗതുല്യ. സച്ചേട്ടനോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, കൂടുതൽ ചിരിക്കുന്ന ദിവസം എനിക്ക് പേടിയാന്ന്. ഇതിനപ്പുറം ഒരു സങ്കടം വരാനുണ്ടോ എന്ന് ഓർത്തു, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ ഇനി തനിക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട. ഞാൻ തന്നെ വിട്ട് എങ്ങും പോവില്ല. താൻ വയസ്സായെന്ന് കരുതി എനിക്ക് തന്നെ മറക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ എനിക്കൊപ്പം വയസ്സാവില്ലേ എന്ന് ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കോ? ഇതുവരെയുള്ള കാര്യം അറിയില്ല. ഇനി അങ്ങോട്ട് ഇതിലും വലിയ വിഷമഘട്ടങ്ങൾ വരാനുണ്ടെന്ന് ഓർത്ത് സന്തോഷിക്കേണ്ട സമയം കൂടുതൽ സന്തോഷിക്കണം. എന്നോടൊപ്പമുള്ള തന്റെ ജീവിത ഗ്യാരണ്ടി ലൈഫ് ടൈമാ. മരണം കൊണ്ടല്ലാതെ സച്ചിൻ അർച്ചനയും ആർക്കും പിരിക്കാനാവില്ല. എന്നോ വയസ്സാവുന്നും കരുതി ഇപ്പോഴും താനതോർത്ത് വിഷമിക്കണ്ടടോ. അല്ലെങ്കിലും ഞാൻ തന്നെ കുറച്ച് കൂടുതലായി സ്നേഹിക്കുമ്പോ അതിനിടയ്ക്ക് താൻ വിഷമിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് പതിവാ. എന്നാ ഇന്ന് ഞാൻ വിഷമിക്കുന്നില്ല. താനൊന്ന് ചിരിച്ചേ. ചുമ്മാ ചിരിക്കടോ. ഞാൻ തന്നെ വിട്ട് എങ്ങും പോകുന്നില്ല.
സച്ചി സാറ് മനഃപൂർവ്വമായിട്ട് ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പൊ കാണാനില്ലെന്നും എന്തോ അപകടം പറ്റിയെന്നും ഒക്കെ അർച്ചന മാഡം വന്ന് കരഞ്ഞു പറയുന്നു. ഇതൊക്കെ അവരെല്ലാം ചേർന്ന് കളിക്കുന്ന ഡ്രാമയാണ് സർ. നന്ദ, സച്ചി ഇതുവരെ വന്നില്ലല്ലേ? ഇല്ല അച്ഛാ. നീ ഇറങ്ങി ഒന്ന് അന്വേഷിക്ക്. ഇനിയും എത്രയെന്ന് കരുതിയാ അവനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അന്വേഷിച്ചാലും കണ്ടെത്താൻ പാടായിരിക്കും അച്ഛാ. അവനായി തന്നെ ഇങ്ങ് വന്നോളും. ഈ രാത്രി എവിടെ പോയി അന്വേഷിച്ചാലും അവനെ കിട്ടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ എന്ത് സമാധാനത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്? എങ്ങോട്ട് പോയെന്നോ എന്തു പറ്റിയെന്നോ അറിയണ്ടേ? അവനൊന്നും പറ്റില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. നാളെ അവനായിട്ട് എന്നെ ഇങ്ങ് വന്നോളും, എനിക്കുറപ്പാ. നമ്മൾ ഈ ടെൻഷൻ അടിക്കുന്നതൊക്കെ വെറുതെ ആവുകയും ചെയ്യും. അച്ഛാ, അവൻ വിളിക്കോ മറ്റോ ചെയ്തോ മോളെ? ഇല്ല അച്ഛാ, അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല. സമാധാനം ഇല്ലാത്തോണ്ട് ഞാൻ ACP സാറിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അവരൊന്ന് അന്വേഷിക്കട്ടെ. ഇപ്പോ പോലീസിൽ അറിയിക്കണ്ടായിരുന്നു മോളെ. ചിലപ്പോ രാത്രി തന്നെ അവനിങ്ങ് വന്നാലോ? സച്ചേട്ടൻ അങ്ങനെ വരില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ എപ്പോഴേ വന്നേനെ. അച്ഛൻ വേണ്ടായിരുന്നു പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. നാളെ ഒരു വിവാഹം നടക്കാൻ പോകുന്ന വീടായത്. ഇന്ന് രാത്രി ഇവിടെ പോലീസ് കയറിയിറങ്ങിയ നാട്ടുകാരെന്ത് വിചാരിക്കും? അതാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. നാട്ടുകാരെന്ത് വിചാരിച്ചാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല അച്ഛാ. എന്റെ സച്ചേട്ടനെ എനിക്ക് വേണം. അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നെങ്കിലും എനിക്ക് അറിയണം. ഒന്ന് വിളിച്ചിട്ടോ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടോ മണിക്കൂർ ഇത്രയായില്ലേ. ഇനിയും കാത്തിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അർച്ചന എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നത്? സച്ചി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്നാണോ? അങ്ങനെയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോയവർ വെറുതെ അവനെ പിടിച്ചു വച്ചേക്കുവോ? പണത്തിന് വേണ്ടിയാണെങ്കിൽ അവരൊന്ന് വിളിക്കെങ്കിലും ചെയ്യില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും അല്ലാന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.